ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ വീണ്ടും ഇസ്ലാമാബാദിൽ പുനരാരംഭിക്കുമെന്ന് സൂചന നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കാം. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നു. നിങ്ങൾ ഇസ്ലാമാബാദിൽ തുടരുക എന്ന് ട്രംപ് വ്യക്തമാക്കി. ഇപ്പോൾ വിവരങ്ങളുമായി ആദിത്യൻ മുരളി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ആദിത്യൻ, ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം അത് രൂക്ഷമാവുകയാണ്. യുദ്ധഭീതി ഒഴിയുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. വെടിനിർത്തൽ വിസമ്മതിച്ച് ഇസ്രയേലും മുന്നിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ നിർണായക ചർച്ചയാണ് ഇപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുന്നത്. എന്താണ് വിശദമായ വിവരങ്ങൾ? ഇപ്പോൾ ഇറാൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഉടനടി തന്നെ ആരംഭിക്കുമെന്നുള്ളൊരു സൂചന തന്നെയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആദ്യഘട്ട ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ 2ാം ഘട്ടമെന്ന രീതിയിൽ ഈ ചർച്ച വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത്. ഇസ്ലാമാബാദിൽ വെച്ച് തന്നെയാണോ ഈ ചർച്ച എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഔദ്യോഗികമായ ഒരു മുന്നറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും ഇസ്ലാമാബാദിൽ തന്നെ തുടരുക എന്നുള്ള സൂചനയാണ് ട്രംപ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും സംഭവിക്കുമെന്നൊരു മുന്നറിയിപ്പ് ട്രംപ് നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ അതൊരു ശുഭസൂചനയായിരിക്കാം. അതല്ല എങ്കിൽ ശക്തമായി തന്നെ ഇറാനെ വരഞ്ഞു മുറുകാനുള്ള ഒരു നീക്കമായി ഇതിനെ നോക്കി കാണേണ്ടിയിരിക്കുന്നു. ഇറാന് മുന്നിൽ പലവിധ ഓഫറുകൾ മുന്നോട്ട് വെച്ച് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനായി തീരുമാനിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിൽ വെച്ച് ചർച്ചകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് 2 പുതിയ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാവുന്നതാണ്, ഹോർമുസ് കടലിടുക്ക് ഉറപ്പായും തുറന്നു നൽകേണ്ടതാണ്. പൂർണ്ണമായും തുറന്നു നൽകുക. മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും അവിടെ കപ്പലുകൾക്ക് സൃഷ്ടിക്കരുത്. ചർച്ചകൾ പങ്കെടുക്കാൻ വരുന്ന ഇറാനിയൻ പ്രതിനിധി സംഘം IRGCയുടെ പിന്തുണയും തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും ഉറപ്പാക്കുന്ന വ്യക്തികളായിരിക്കണം. അതല്ല ഈ വരുന്ന ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇറാനിൽ നിന്നും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും പ്രത്യേകമായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ യുദ്ധം എന്തിനാണോ ആരംഭിച്ചത് ആ ഒരു വിഷയത്തെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് പറയുന്നത്. ആണവ പദ്ധതി പൂർണ്ണമായും ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇറാൻ ജനതയെ വലിയ നേട്ടങ്ങൾ തന്നെ കാത്തിരിക്കുന്നു എന്നാണ് JD വാൻസും പറഞ്ഞിരിക്കുന്നത്. പരസ്പരമുള്ള അവിശ്വാസം മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് പരമാവധി പ്രവർത്തിക്കാം. സംഘർഷം പൂർണ്ണമായും ഈ മേഖലയിൽ നിന്നും അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് JD വാൻസ് പറയുന്നുണ്ട്. എന്തായിരുന്നാലും അമേരിക്ക ഈ സമാധാന ചർച്ചയ്ക്ക് തീരുമാനിച്ചിരിക്കുമ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും എന്താകും പ്രതികരണം എന്നുള്ളത് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന സൂചന ഈ സാഹചര്യത്തിൽ ലഭിക്കുന്നുണ്ട്. ഇറാനിലേക്കും അതുപോലെ തന്നെ തിരിച്ചുമുള്ള കപ്പലുകൾക്ക് അമേരിക്ക ഒരു ഉപരോധം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലൊരു ഉപരോധം ഏർപ്പെടുത്തുകയും അതിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനെയും കടൽക്കൊള്ള എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഉപരോധം നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും ചർച്ചയ്ക്ക് വഴിയൊരുങ്ങിയിരിക്കുന്നത്. 2 രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരിക്കുന്ന ഈ പരസ്പര അവിശ്വാസ നിലപാടുകൾ അതൊക്കെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ പോലും വളരെ ഫലപ്രദമായി തന്നെ വരും ദിവസങ്ങളിൽ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. താൽക്കാലിക വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി തന്നെ ഈ 2ാം ഘട്ട ചർച്ചയും പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും അതുപോലെ തന്നെ സൈനിക വിഭവവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ ചർച്ചകളൊന്നും തന്നെ അതിന്റെ ഒരു ഫലത്തിലേക്ക് എത്താൻ കഴിയാതെ വരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇത്തവണ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. ഈ കരാറിലെത്താൻ തടസ്സമാകുന്നതും ഇത്തരത്തിലുള്ള IRGCയുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നടക്കാനിരിക്കുന്ന അടുത്ത ഘട്ട ചർച്ചയിൽ ഗൾഫ് മേഖലയിലെ സംഘർഷങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ കഴിയുമെന്നാണ് ഇരു രാജ്യങ്ങളും പ്രതീക്ഷിക്കുന്നത്. നിലവിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥ. അതോടൊപ്പം തന്നെ അമേരിക്കയെ സംബന്ധിച്ചും വളരെ മോശമായ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇരു രാജ്യങ്ങളെ സംബന്ധിച്ചും ലോക സമാധാനത്തിനും ഏറെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപുമായി ഏകദേശം 40 മിനിറ്റോളം ടെലിഫോണിൽ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പൂർണ്ണമായ ഒരു സമാധാനം ഫലപ്രദമായി കൊണ്ടുവരാൻ ഏതൊക്കെ രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന രീതിയിലുള്ള ഉഭയകക്ഷി ചർച്ചകളടക്കം ടെലിഫോണിക് സംഭാഷണത്തിലൂടെ നടന്നുവെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചർച്ചകൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും നിയന്ത്രണങ്ങളില്ലാതെ തുറന്നു കൊടുക്കണമെന്ന് തന്നെ വാഷിംഗ്ടൺ ശക്തമായി തന്നെ മുന്നോട്ട് നിർദ്ദേശം വെച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.